നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ മുഖ്യ സാമൂഹ്യ പരിഷ്കർത്താക്കളെക്കുറിച്ചാണ്. അപ്പോൾ പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളായ വൈകുണ്ഠ സ്വാമികൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തൈക്കാടയ്യ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി എന്നിവരെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് 1809 മാർച്ച് 12 സാമിത്തോപ്പ്, നാഗർകോവിലാണ്. വൈകുണ്ഠ സ്വാമിയുടെ മാതാപിതാക്കൾ വരുന്നത് പൊന്നുനാടാർ, വേലാളാണ്. മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ വൈകുണ്ഠ സ്വാമികളാണ്. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപമുള്ള മുന്തിരിക്കിണർ നിർമ്മിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യൻ വരുന്നത് തൈക്കാടയ്യയാണ്. വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് നിഴൽ താങ്കൽ എന്നാണ്. വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് അത്തവിളൈ, കന്യാകുമാരിയിലാണ്. വിശുദ്ധിയോടുകൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തൂവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. നിശ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ചത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836 കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് സമത്വ സമാജമാണ്. അപ്പോൾ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836 കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് സമത്വ സമാജമാണ്. വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. സമപന്തി ഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. അയ്യ വഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അയ്യ വഴിയുടെ ചിഹ്നം വരുന്നത് തീജ്വാല വഹിക്കുന്ന താമരയാണ്. അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം എന്നറിയപ്പെടുന്നത് ദച്ചനമാണ്, തിരുച്ചെന്തൂർ. അയ്യാവഴി ക്ഷേത്രങ്ങളെ പൊതുവെ അറിയപ്പെടുന്നത് പതികൾ എന്നാണ്. മുടിചൂടും പെരുമാൾ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന് പ്രസ്താവിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ച സ്ഥലം ശിങ്കാരത്തോപ്പാണ്. അപ്പോൾ സ്വാമി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ച സ്ഥലം ശിങ്കാരത്തോപ്പാണ്. 5 പേരടങ്ങിയ വൈകുണ്ഠസ്വാമിയുടെ ഗണം അറിയപ്പെട്ടിരുന്നത് സീഡർ എന്നാണ്. വൈകുണ്ഠ സ്വാമികളുടെ പേരിലുള്ള സംഘടന VSDP ആണ്, വൈകുണ്ഠ ധർമ്മ പ്രചാരണ സംഘടന. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിന് എതിർത്ത നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന കൃതികൾ വരുന്നത് അഖിലത്തിരുട്ട്, അരുൾനൂല്. വൈകുണ്ഠസ്വാമി അന്തരിച്ചത് 1851 ജൂൺ 3 തിരുവിതാംകൂറിലെ ഭരണത്തിനെ വൈകുണ്ഠസ്വാമി അന്തരിച്ചത് 1851 ജൂൺ 3 അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ വരുന്നത് അഖിലത്തിരുട്ട്, അരുൾനൂലാണ്. തിരുവിതാംകൂറിലെ ഭരണത്തെ നീചഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെള്ളനീചൻ്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത പിശാച് എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ വരുന്നത്, വൈകുണ്ഠസ്വാമി ജനിച്ചത് 1809 മാർച്ച് 12 സമപന്തി ഭോജനം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ഇനി അടുത്തത് വരുന്നത് തൈക്കാടയ്യയാണ്. 1814 മുതൽ 1909 വരെ. തൈക്കാടയ്യ ജനിച്ച വർഷം 1814 കന്യാകുമാരിക്കടുത്തുള്ള നഗലപുരത്താണ്. പന്തി ഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാടയ്യ. അപ്പോൾ സമപന്തി ഭോജനം വരുന്നത് വൈകുണ്ഠ സ്വാമികളാണ്, പന്തി ഭോജനം വരുന്നത് തൈക്കാടയ്യയാണ്. അയ്യാവിൻ്റെ പത്നിയുടെ പേര് കമലാത്മാൾ എന്നാണ്. തൈക്കാടയ്യാവിൻ്റെ പ്രധാന ശിഷ്യന്മാർ വരുന്നത് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളിയാണ്. തൈക്കാടയ്യാവിനെ ആത്മീയമായി സ്വാധീനിച്ച തമിഴ് സന്യാസിമാർ സച്ചിദാനന്ദ മഹാരാജ്, ചിട്ടി പരദേശിയാണ്. തൈക്കാടയ്യാവിൻ്റെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ്. രാജാവാണ് സ്വാതി തിരുനാൾ. തൈക്കാടയ്യയുടെ യഥാർത്ഥ പേര് വരുന്നത് സുബ്ബരായൻ എന്നാണ്. ശിവരാജയോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ.
ശിവരാജ് യോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ. ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന നവോത്ഥാന നായകൻ തൈക്കാടയ്യയാണ്. ഹഠയോഗോപദേഷ്ട എന്നറിയപ്പെടുന്നത് തൈക്കാടയ്യാണ്. അയ്യാവിനെ ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന പേര് സൂപ്രണ്ട് അയ്യ എന്നാണ്. ആരുടെ ആവശ്യപ്രകാരമാണ് സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്? അപ്പോൾ ആരുടെ ആവശ്യപ്രകാരമാണ് സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്? തൈക്കാടയ്യയുടെ ആവശ്യപ്രകാരമാണ്. இந்த ഉലകത്തിലെ ഒരേ ഒരു ജാതിദാൻ, ഒരേ ഒരു മതം താൻ, ഒരേ കടവുൾ താൻ എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം പിൽക്കാലത്ത് തൈക്കാടയ്യയുടെ ഏത് ശിഷ്യൻ വഴിയാണ് പ്രസിദ്ധമായത്? ശ്രീനാരായണ ഗുരു. അപ്പോൾ തൈക്കാടയ്യയുടെ വരുന്ന പ്രധാന രചനകളാണ് രാമായണം പാട്ട്, രാമായണം, ബാലഗാനം, പഴനി വൈഭവം, ബ്രഹ്മോത്തരകാന്ഡം. അപ്പോൾ തൈക്കാടയ്യയുടെ വരുന്ന പ്രധാന കൃതികളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തൈക്കാടയ്യയുടെ സ്മരണാർത്ഥം അയ്യാസ്വാമി ക്ഷേത്രം സ്ഥാപിച്ച സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ്. 1943 ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തൈക്കാടയ്യാവിനെ റെസിഡൻസിയിലെ മാനേജറായി നിയോഗിച്ചത് മഗ്രിഗറാണ്. തൈക്കാടയ്യ സമാധിയായ വർഷം 1909 ജൂലൈ 20. തൈക്കാടയ്യ മിഷൻ രൂപം കൊണ്ട വർഷം 1984. തൈക്കാടയ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ശിവനാണ്. മനോന്മണിയം സുന്ദരൻ പിള്ളയുടെ സഹായത്തോടെ തൈക്കാടയ്യ സ്ഥാപിച്ച ആത്മീയ കേന്ദ്രം ശൈവ പ്രകാശ സഭ ചാലയിലാണ്. തിരുവിതാംകൂറിൽ ആദ്യ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്തത് മനോന്മണിയം സുന്ദരൻ പിള്ളയാണ്. തൈക്കാടയ്യ ചെന്നൈയിലെ അഷ്ടപ്രധാ സഭയിലാണ് പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നത്. തൈക്കാടയ്യ ചെന്നൈയിലെ അഷ്ടപ്രധാന സഭയിലാണ് പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നത്. അപ്പോൾ അയ്യയുടെ പ്രധാന ശിഷ്യന്മാർ വരുന്നത് ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അതുപോലെ അയ്യങ്കാളിയാണ്. അപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാടയ്യ. അപ്പോൾ തൈക്കാടയ്യയുടെ പ്രധാന ശിഷ്യന്മാരായിട്ട് വരുന്ന ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളിയാണ്. അപ്പോൾ ആദ്യത്തെ വരുന്നത് ചട്ടമ്പി സ്വാമികളാണ്. 1853 മുതൽ 1924 വരെയാണ്. ചട്ടമ്പി സ്വാമികളുടെ അച്ഛൻ്റെ പേര് വരുന്നത് വാസുദേവൻ നമ്പൂതിരി എന്നാണ്. അമ്മയുടെ പേര് നങ്ങമ്മ പിള്ള എന്നാണ്. ചട്ടമ്പി സ്വാമിയുടെ ഭവനം ഉള്ളൂർക്കോട് വീടാണ്. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനാണ്. രാമൻപിള്ള ആശാൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കവേ ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്നായിരുന്നു വിളിച്ചത്. പിന്നീട് ചട്ടമ്പി എന്ന പേരിൽ അറിയപ്പെട്ടു. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1882. ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1892. ചട്ടമ്പി സ്വാമികളുടെ ഗുരു തൈക്കാടയ്യ സ്വാമികളാണ്. സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു സുബ്ബജടാപാടികളാണ്. ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരു സ്വാമിനാഥ ദേശികളാണ്. ചട്ടമ്പി സ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് ഏട്ടരയോഗമാണ്. തിരുവനന്തപുരം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലാർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരമാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള എന്നാണ്. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. വിദ്യാധിരാജ എന്ന പേരിലും അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ശ്രീ ഭട്ടരാഗൻ, ശ്രീ ബാലഭട്ടരാഗൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ഷൺമുഖദാസൻ, വിദ്യാധിരാജ, ശ്രീ ഭട്ടരാഗൻ, ശ്രീ ബാലഭട്ടരാഗൻ എന്ന പേരുകളിൽ അറിയപ്പെട്ടു. കഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാടയ്യ. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. ക്രിസ്തുമത നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമിയാണ്. ചട്ടമ്പി സ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. അപ്പോൾ ചട്ടമ്പി സ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ വരുന്നതാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ്. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പ്രാചീന മലയാളമാണ്. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമി രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം. പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം.
ചട്ടമ്പിസ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. സ്വാമികളുടെ പ്രധാന ശിഷ്യൻ വരുന്നത് ബോധേശ്വരനാണ്. ചട്ടമ്പിസ്വാമി സമാധിയായത് 1924 മെയ് 5-നാണ്. ചട്ടമ്പിസ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പദ്മനയാണ്. ചട്ടമ്പിസ്വാമികളുടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാരക ക്ഷേത്രം. ചട്ടമ്പിസ്വാമികളോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2014 ഏപ്രിൽ 30-നാണ്. ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമായ ആഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് 1853 ഓഗസ്റ്റ് 25-നാണ്. ചട്ടമ്പിസ്വാമിയുടെ ജന്മസ്ഥലം കൊല്ലൂർ കണ്ണാമൂലയാണ്. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പിസ്വാമിയുടെ കൃതി വേദാധികാര നിരൂപണമാണ്. ചട്ടമ്പിസ്വാമി സമാധി സ്ഥിതി ചെയ്യുന്നത് പദ്മന, കൊല്ലമാണ്.